കാൽ വഴുതി തോട്ടിൽ വീണ 4.5 വയസ്സുകാരിക്ക് രക്ഷകരായി സഹപാഠികളായ 2 കൊച്ചുമിടുക്കന്മാർ. തൃശൂർ കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആരവ് മോഹനനും 4ാം ക്ലാസ് വിദ്യാർത്ഥി ആദവും ചേർന്നാണ് അൻവിയുടെ ജീവൻ രക്ഷിച്ചത്. സ്കൂളിൽ നിന്നും ലഭിച്ച പ്രഥമ ശുശ്രൂഷ പാഠങ്ങൾ കൃത്യസമയത്ത് പ്രായോഗികമാക്കിയതാണ് കുരുന്നിന്റെ ജീവൻ നിലനിർത്തിയത്. കുഞ്ഞനുജത്തി അൻവി തോട്ടിലെ കലങ്ങിയ വെള്ളത്തിലേക്ക് കാലുവഴുതി വീണുപോയ രംഗം കണ്ട സഹോദരി ആദ്യം ഉറക്കെ നിലവിളിച്ചു. ഒരു വിളിപ്പാടകലെ നിന്നിരുന്ന 2ാം ക്ലാസ്സുകാരൻ ആരവ് രണ്ടാമതൊന്നും ആലോചിക്കാതെ തോട്ടിലെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കുഞ്ഞിനെ രക്ഷാകരങ്ങളിൽ കോരിയെടുത്തെങ്കിലും കരയിലേക്ക് കയറ്റാൻ പറ്റാതെ പാടുപെട്ടു. ഇതെല്ലാം കണ്ട് പകച്ചു നിന്ന കൂട്ടുകാരൻ 4ാം ക്ലാസ്സുകാരൻ ആദവ് കൂടി രക്ഷാദൗത്യത്തിന്റെ ചങ്ങലക്കണ്ണിയായി. അൻവിയെ ആദ്യം കരയ്ക്ക് കയറ്റി, പിന്നാലെ ആരവിന് കൈകൊടുത്തു. സ്കൂളിൽ അഗ്നിരക്ഷാസേന നടത്തിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ കുഞ്ഞിനെ കൈത്തണ്ടയിൽ കമിഴ്ത്തി കിടത്തി പ്രഥമ ശുശ്രൂഷ നൽകി. വയറ്റിലകപ്പെട്ട വെള്ളം ഛർദ്ദിച്ച് പുറത്തു വന്നതോടെ അൻവിയയ്ക്ക് ഇത് 2ാം ജന്മം. ഞാനും അവനും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അപ്പൊ കുഞ്ഞൂസ് അവിടെ നിന്ന് എത്തിച്ചു നോക്കിയപ്പോ അവള് വീണു. അപ്പൊ ഇവള് കരഞ്ഞു. അപ്പൊ ഇവൻ എന്താണ് കാര്യം എന്ന് നോക്കിയപ്പോ ഇവ എടുത്ത് ചാടി. അപ്പൊ ഞാൻ പിന്നാലെ വന്ന് നോക്കിയപ്പോ ആണ് ഇവൻ കുഞ്ഞൂസ് മുങ്ങി അടക്കണം. അപ്പൊ ഇവ എടുത്ത് ചാടിയിട്ട് എന്റെ കയ്യിൽ വന്നു. ഞാൻ അവിടേക്ക് ഉണ്ടായി. എനിക്ക് കയ്യിൽ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അമ്മയുടെ കണ്ണ് വെട്ടിച്ചാണ് കുഞ്ഞനുജത്തിയെയും കൂട്ടി പഞ്ചായത്ത് LP സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ ആദ്യ ചുനക്കര പാടശേഖരത്തിനിടയിലൂടെ ഒഴുകുന്ന തോടിന്റെ ഓരത്തെത്തിയത്. തോടിന് കുറുകെയുള്ള പാലത്തിന്റെ ഓരത്തുകൂടി താഴെ ഇറങ്ങി വെള്ളത്തിൽ കുഞ്ഞു മീനുകളെ നോക്കുന്നതിനിടയിലാണ് അൻവി തോട്ടിൽ വീണത്. കുഞ്ഞിനെ അമ്മയുടെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുമ്പോഴും കുഞ്ഞിനെ അമ്മ ചീത്ത പറയുമോ എന്ന ആശങ്കയായിരുന്നു രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ കുഞ്ഞു വീരന്മാരുടെ ഉള്ളിൽ. ജനം, തൃശൂർ.